ഗുരുകാരണ്യം ഒന്നാമത്തെയും നാലാമതാം ഭാഷ്യം. സ്വപശൂൻ സ്വശരീരാണി ഇവ ച രക്ഷന്തി ദേവാഃ മഹത്തരാം ഹി വൃത്തിം കർമാധീനാം ദർശയിഷ്യതി ദേവാദീനാം ബഹുപശുസംഗയാ ഏകൈകസ്യ പുരുഷസ്യ സ്വപശൂൻ സ്വശരീരാണി ഇവ ച രക്ഷന്തി ദേവാഃ. തന്റെ പശുക്കളെ, മൃഗങ്ങളെ എന്നർത്ഥം. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നുള്ള അർത്ഥമാണ്. മൃഗം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മാൻ. മലയാളത്തിൽ മൃഗം എന്ന് പറയുമ്പോൾ എല്ലാം മൃഗമായി. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും പശു എന്ന് പറയും. മലയാളത്തിൽ പറയുന്ന പശുവല്ല. സംസ്കൃതത്തിൽ ആടും പശു തന്നെ, സിംഹവും പശു തന്നെ. പശു എന്ന് പറയണമെങ്കിൽ ഗൗ എന്ന് പറയും. അപ്പോൾ സ്വപശുവിന് ഇവിടെ പാലും മറ്റും തരുന്ന ആട്, പശു, വളർത്തുമൃഗങ്ങൾ ഉദ്ദേശിച്ച് പറയുന്നു. അതിനെ രക്ഷിക്കുന്ന ദേവന്മാര് എങ്ങനെ സ്വശരീരാണ്, എങ്ങനെയാണോ ഒരാള് സ്വന്തം ശരീരത്തെ രക്ഷിക്കുന്നത്, അതുപോലെ ഈ ജീവന്മാരെ, പ്രത്യേകിച്ച് മനുഷ്യരെ, അതും എങ്ങനെയുള്ള മനുഷ്യരെ, ആ ദേവന്മാർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവര്, ദേവന്മാരെ ഉദ്ദേശിച്ച് ഹവിസർപ്പിക്കുന്നവർ, പരസ്പരം ഭാവം എന്താന്ന് ഗീതയിൽ പറഞ്ഞല്ലോ. അത് തന്നെ ഇവിടെയും പറയുന്നു. അപ്പോൾ അത് രക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. കാരണം അവർക്ക് വേണ്ടത്, അവർ സന്തോഷിക്കുന്നത് ഇവരുടെ കർമ്മം കൊണ്ടാണ്. ഇനി ദേവശരീരം തന്നെ ഈ കർമ്മം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നവരോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. അവരങ്ങനെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കും. അതാണ് പറഞ്ഞു. എന്താണ് പരതന്ത്രാൻ മനുഷ്യാൻ. ഈ മനുഷ്യർ കർമ്മത്തിന് അധീനനായിരിക്കുന്നവർ, ദേവതകൾക്ക് അധീനനായിരിക്കുന്നവർ, അവരെപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കും. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ആത്മബോധത്തിന് അവർ തടസ്സം സൃഷ്ടിക്കുമോ, അല്ലെങ്കിൽ ആത്മബോധ ഫലമായിരിക്കുന്ന മുക്തിക്ക് തടസ്സം സൃഷ്ടിക്കുമോ? അത് കഴിയില്ലെന്നാണ് പറയുന്നത്.
എന്നാലും ഈ ദേവന്മാരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് പറയുന്നു. മഹത്തരം ഹി വൃത്തിം കർമാധീനാം ദർശയിഷ്യേതി ദേവാദീനാം ബഹു പശുസമുദയ ഏകൈകസ്യ പുരുഷസ്യ. ഒരാൾക്ക് ധാരാളം പശുക്കളുണ്ട്, പാല് തരുന്നു. അതിന് ഒരു പശു പോലും നഷ്ടപ്പെടുന്ന അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ വരുമാനം, ആദായം കുറയല്ലേ. ഇപ്പൊ ദേവന്മാരുടെ ഉപജീവനം അത് കർമാധീനമാണ്. ഇവിടെ കർമ്മം നടന്നാലേ അവർക്കവിടെ അവരുടെ വൃത്തി, ഉപജീവനം, നിലനിൽപ്പ്, ജീവിക എന്ന് പറയും, അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവരെ സംബന്ധിച്ച് അനേകം പശുക്കൾക്ക് സമമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരു പശുക്കൂട്ടം, അതുപോലെയാണ് ദേവന്മാർക്ക് ഓരോ മനുഷ്യനും, കർമ്മം ചെയ്യുന്ന ഓരോ മനുഷ്യനും. അവരെ അങ്ങനെ തന്നെ അവർ നിലനിർത്താൻ ശ്രമിക്കും. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും, അവരെ കൊണ്ട് വീണ്ടും ചെയ്യിക്കും. തസ്മാദേശാം തന്ന പ്രിയം യഥേതത് മനുഷ്യ വിദ്യുഹു വിധി വക്ഷ്യതി. അടുത്തിനി പറയും. അതുകൊണ്ട് ആ ദേവന്മാർക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. യഥേതത് മനുഷ്യ വിദ്യുഹു, ഈ തത്വം മനുഷ്യൻ അറിയുന്നതെന്ന് അവർക്ക് താല്പര്യമുള്ള കാര്യമില്ല. അതിന് പറയുന്നു യഥാഹ വൈ സ്വായ ലോകായ അരിഷ്ടിമിച്ച് ഏവം വിധി സർവാണി ഭൂതാനി അരിഷ്ടിമിച്ചന്തി. ഇനി അടുത്ത ഭാഗത്ത് പറയും, സർവഭൂതഭോഗ്യമാണ് ഈ മനുഷ്യൻ. സർവപ്രാണികളും മനുഷ്യനെ ആഗ്രഹിക്കുന്നു, മറ്റു മനുഷ്യനെ ആഗ്രഹിക്കുന്നു, മറ്റു ജീവികളെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്വയലോകായ ഈ ശരീരത്തിന്, ലോകമെന്ന് ചൂട ശരീരം, അരിഷ്ട്യം, അവിനാശം, അത് നശിക്കരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ശരീരം നശിക്കരുതെന്ന്, ഈ ഉള്ളെന്നല്ല കൈവിട്ട് പോകരുതെന്ന്. അതുകൊണ്ട് ഏവം വിധേ അടുത്ത് പറയുന്നതനുസരിച്ച് അതങ്ങനെയല്ലോ. സർവർക്കും ഉപകാരിയായിരിക്കുന്ന ഒരാള് എന്നും അങ്ങനെ നിലനിൽക്കണമെന്ന് ഉപകരിക്കപ്പെടുന്നവർ ആഗ്രഹിക്കുന്നു. എന്നാലേ ഉപകാരം നടക്കും. അപ്പോൾ ഇവിടെ വിശേഷിച്ചും ഗൃഹസ്ഥൻ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവൻ, അവൻ സർവഭൂതങ്ങളും അവനെ ആശ്രയിക്കുന്നു, സർവപ്രാണിജാലങ്ങളും. അതിഥിക്ക് അന്നം കൊടുക്കുന്നു, പ്രാണികൾക്ക് അന്നം കൊടുക്കുന്നു. അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ള ഗൃഹസ്ഥൻ ഉദ്ദേശിച്ച് പറയും സർവാണി ഭൂതാനി അരിഷ്ടിമിച്ചന്തി. അവന്റെ ശരീരം നശിക്കരുതെന്ന് സർവപ്രാണികളും ആഗ്രഹിക്കുന്നു. ആ പ്രാണികളുടെ കൂട്ടത്തിൽ ദേവന്മാരും പെടും. കാരണം അവൻ ദേവന്മാർക്കും വേണ്ടി ദേവയജ്ഞം ചെയ്യുന്നു, പിതൃക്കൾക്ക് വേണ്ടി പിതൃയജ്ഞം ചെയ്യുന്നു, ഭൂതയജ്ഞം ചെയ്യുന്നു, സർവയജ്ഞവും ചെയ്യുന്നു. അത് ശരിക്കും ബന്ധനമാണ് എന്നാ പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നു അവൻ നിലനിൽക്കണമെന്ന്. അത് ദേവന്മാരും ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദേവന്മാർക്ക് സന്തോഷിക്കാൻ വകയില്ല. ഹവിസ് അവിടെ എത്തണം, അഗ്നിയിലൂടെ. ഇവിടെ ദേവന്മാരെന്ന് പറയുന്നത് വൈദിക, മുഖ്യമായിട്ടതാണ്. വൈദികമായ ദേവന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഏത് ദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണോ ഹവിസ് അർപ്പിക്കുന്നത്, അഗ്നി തുടങ്ങിയ ദേവതകൾ. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നുണ്ട് എങ്ങനെയാണോ ഭൂതസൃഷ്ടി, പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി സംഭവിക്കുന്നത്.
അതുപോലെ ഭൗതിക സൃഷ്ടി സംഭവിക്കുന്ന ഭൂതകാര്യങ്ങൾ. അപ്പോൾ അതിന്റെ ഭാഗമായി ജീവസൃഷ്ടി. അപ്പോൾ ജീവസൃഷ്ടി വരുമ്പോൾ അവിടെ ദേവന്മാര്, ആ ദേവവർഗത്തിന്റെ സൃഷ്ടി എന്നും പറയും. ലോകപാലകന്മാര്, വസ്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ കൽപ്പാദി ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു. അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് അങ്ങനെ ഉണ്ട്. പക്ഷെ അത് ജീവനെ സംബന്ധിച്ചിടത്തോളം, അമൃതത്വത്തെ പ്രാപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവവർഗം പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രീതിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതൊരു കൊടുക്കൽ വാങ്ങലാകും, ബന്ധനമാകും. അത് വേണ്ട എന്നുള്ള നിലപാടാണ്. അമൃതത്വത്തെ അത് മാത്രം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവന് അവിടെ പൂർണ്ണമായും കർമ്മങ്ങളും ഉപാസനകളും, ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഉപാസനകളും വിടാൻ പറയുന്നു. അല്ല, ജീവന് മറ്റാഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ദേവതകളെ ഉപാസിക്കുകയോ ദേവതകളെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിന് മാറ്റം വന്നിട്ടാണ് കാലം കൊണ്ടുവന്ന മാറ്റം. പൗരാണികമായി വന്നപ്പോൾ ഈ പറയുന്ന ഇന്ദ്രൻ, ഇവരുടെയൊക്കെ രൂപങ്ങളൊക്കെ മാറി. അവിടെ ശിവനും പാർവതി അങ്ങനെയുള്ള ദേവതകളൊക്കെ വന്നു. വേദത്തിലൊന്നും അത്തരത്തിലുള്ള ദേവതകളെ കുറിച്ചൊന്നും പരാമർശിക്കുന്നു. ഇവിടെ രുദ്രനെന്നും മറ്റും പറയുന്നുണ്ടെങ്കിലും പൗരാണികമായ ഇതൊന്നുമില്ല. തന്ത്രമന്ത്രശാസ്ത്രങ്ങളിലെന്നും പറയുന്ന ദേവതകളൊന്നും അവിടെയും. ഇന്ദ്രനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്, വസുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പുരാണങ്ങളിൽ പറയുന്ന അത്തരത്തിലല്ല. അവിടെ പ്രധാനമായിട്ടും ദേവന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള കർമാനുഷ്ഠാനം, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. പൗരാണികമായി വരുമ്പോൾ ആ ദേവതകളുടെ രൂപം മാറി ആ ദേവതകളെ ഉപാസിക്കുന്നതിന്റെ രീതികളാണ് മന്ത്രം, തന്ത്രം തുടങ്ങിയ കാര്യങ്ങൾ. വൈദിക മന്ത്രങ്ങളാണ്. പൗരാണികമായ സ്മാർത്ഥമായ മന്ത്രങ്ങളും മറ്റുമൊക്കെ അവിടെ പറയുന്നു. അവിടെ ആ ദേവസങ്കല്പത്തിന് മാറ്റം വന്നു, ഉപാസനാ രീതികൾക്ക് മാറ്റം വന്നു. യാഗങ്ങളിലൂടെ അല്ല അവിടെ ഉപാസിക്കുന്നു. മറ്റ് സ്മാർത്ഥമായ താന്ത്രിക മാന്ത്രികമായ പൂജകളുണ്ട്, അതിലൂടെയൊക്കെയായി ദേവതാരൂപത്തിനും മാറ്റം വന്നു. വേദത്തിലും പറയും എന്താണ് യമനെന്നും രുദ്രനെന്നും എല്ലാം പറയുന്ന ഒരു തത്വം തന്നെ, ഏകം സത്. പുരാണത്തിലേക്ക് വരും, പിന്നെ ആ തത്വത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഉപാസന അത് വന്നു. അപ്പോൾ ദേവതോപാസന മതി. അത് ദേവതകളുടെ തത്വത്തിന് പ്രാധാന്യം കൊടുത്തു ഉള്ള ഉപാസന എന്നാണ്. രണ്ട് തരത്തിലുള്ള ഉപാസനകളാണ്. ഈ വൈദികമായ ഉപാസനകളും താന്ത്രികമായിട്ടുള്ള ഉപാസനകളും അല്ലെങ്കിൽ പൗരാണികമായ ഉപാസനകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ താന്ത്രിക ഉപാസകരെല്ലാം പറയും ഇതിന്റെയൊക്കെ മൂലം വേദമാണെന്ന് പറയും. പക്ഷെ രണ്ടാണ്. അതിൻ്റെയൊക്കെ സൂക്ഷ്മമായ ഒരു തുടക്കം വേദത്തിനുണ്ടായേക്കാം. പക്ഷെ ഇത് രണ്ട് തന്നെയാണ്. പിന്നീട് വന്ന ആചാര്യന്മാർ രൂപപ്പെടുത്തിയെടുത്ത ഉപാസനാ പദ്ധതികളാണ് ശിവോപാസന, വിഷ്ണു ഉപാസന,
ഗണപതി ഉപാസന, ദേവി ഉപാസന എന്നൊക്കെ പറഞ്ഞ് ഇന്നും നിലനിൽക്കുന്നത്. അതിനൊന്നും വേദവുമായിട്ടൊരു ബന്ധവുമില്ല. അതിന് ചില സൂചനകൾ അവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിന് പ്രാമാണികത്വം കൊടുക്കാൻ വേണ്ടി പറയും അതെല്ലാം വൈദികമാണോ, അത് പുരാണങ്ങളെല്ലാം വേദമൂലം എന്ന് പറയുന്ന പോലെയുള്ളൂ. വേദത്തിൽ തന്നെ ഇതിന് കഥകളും മറ്റും വരുന്നുണ്ട്. അത് തന്നെ പൂർണ്ണമായും അത്തരം ഭാഗങ്ങളെ പലരും വേദമായിട്ട് തന്നെ സ്വീകരിക്കുന്നു. അവന് പുരാണങ്ങളുടെ കഥ പറയുന്നു. പുരാണങ്ങളുടെ ദേവത തത്വം അത് പലപ്പോഴും ചിലടത്ത് അത് തികച്ചും അദ്വൈതപരമായി തന്നെ വരും. പൂർണ്ണമായും അദ്വൈതത്തെ അത് തന്നെ വിശിഷ്ടാദ്വൈതത്തെയും ദ്വൈതത്തെയൊക്കെ സാധൂകരിക്കത്തക്ക രീതിയിൽ പുരാണങ്ങളിലുണ്ട് ദേവതാസങ്കല്പങ്ങൾ. ഭാഗവതം തന്നെ അദ്വൈതപരമായും ദ്വൈതപരമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏത് സമ്പ്രദായം അനുസരിച്ചും വ്യാഖ്യാനിക്കും. ഇത് രണ്ട് രീതികളാണ്. വേദത്തിലെ ഉപാസനകൾ ഋഷിമാരുടെ കണ്ടെത്തലുകളാണ്. പുരാണങ്ങളിലെ ഉപാസനകൾ പിന്നീട് ആചാര്യന്മാര് രൂപപ്പെടുത്തിയെടുത്തു. അപ്പൊ ഇവിടെ പറയുന്നത് വൈദിക ഉപാസനയെ കുറിച്ചാണ്. ഭാഷ്യകാരന്റെ കാലം എന്ന് പറയുമ്പം വേദകാലവും കഴിഞ്ഞു, പുരാണത്തിന്റെ കാലവും കഴിഞ്ഞിട്ടാണ്. എന്നാലും ഭാഷ്യകാരൻ പൗരാണികമായ ദൈവോപാസനകളെ കുറിച്ച് ഇവിടെ അധികം പരാമർശിക്കുന്നില്ല. പരാമർശിക്കുന്നുണ്ട് വിഷ്ണു, സാലഗ്രാമം, ഇങ്ങനെയൊക്കെയുള്ള ചില അപൂർവ സ്ഥലങ്ങളിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ മുഖ്യമായും ഭാഷ്യകാരൻ പരാമർശിക്കുന്ന വൈദിക ഉപാസനകളാണ്. അതാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അത് ദേവതകളുടെ സത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയാണോ ഈ ജീവലോകത്തിൽ മനുഷ്യൻ തുടങ്ങിയ അനേക ജീവന്മാരുള്ളത്, അതുപോലെ ഈ ജീവലോകത്തിന്റെ ഒരു ഭാഗമാണ് ദേവത. ഹിരണ്യഗർഭനെ പോലെ ഇവിടെ പറയുന്നത് എന്താണ്? പ്രഥമ ജീവൻ എന്നാണ്. അപ്പോൾ ആ ജീവലോകത്തിന്റെ ഒരു ഭാഗമാണ് ദേവതകൾ. അവർക്കെന്താ പറയുന്നു? വിശിഷ്ടമായ പ്രഭാവബന്ധസ്ഥ ഐശ്വര്യങ്ങളുണ്ട് ദേവതകൾക്ക്. ഒരു ഐശ്വര്യത്തോടു കൂടിയാണ് അവർ ജനിച്ചത്, ഉണ്ടായത്, കൽപ്പാതി. മനുഷ്യർക്ക് അങ്ങനെയുള്ള ഐശ്വര്യങ്ങളില്ല. അപ്പോൾ അത്തരം ഐശ്വര്യങ്ങളുടെ ഫലങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആ ദേവതകളെ ഉപാസിക്കും. അതിനെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങനെ ആ വൈദികമായ ഉപാസനകൾ എല്ലാം കാമന പ്രേരിതമാണ്. അതുകൊണ്ട് അത്തരം ഉപാസനകൾ മുക്തിക്ക് ഉപകരിക്കുമെന്ന് ഭാഷ്യകാരന് അഭിപ്രായമില്ല. നിഷ്കാമമായ കർമ്മോപാസനകൾ മുക്തിക്ക് ഉപകരിക്കുമെങ്കിലും അത് സർവത്ര അത് സാധ്യമല്ല. നിഷ്കാമഭാവം സർവത്ര. ചിലടത്ത് കർമ്മം പൂർത്തിയാവണമെങ്കിൽ കാമന കൂടിയേ തീരൂ. അവിടെ പിന്നെ നിഷ്കാമഭാവം തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം ദേവതോപാസനകൾ അനുഷ്ഠിക്കുക എന്നുള്ളതല്ല, ഉപാസിക്കുക എന്നാണ് ഭാഷ്യകാരന്റെ നിലപാട്. ഉപേക്ഷിക്കുക എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന തരത്തിലുള്ള ഉപാസനകൾ, ദേവതോപാസനകൾ, അതെല്ലാം വളരെ പിൽക്കാലത്ത് പരിഷ്കരിച്ചെടുത്താണ് ആചാര്യന്മാർ. അതിനകത്ത് എല്ലാം ദ്വൈതവും അദ്വൈതവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്
ദ്വൈതം വേണ്ടവർക്ക് ദ്വൈതം, അദ്വൈതം വേണ്ടവർക്ക് അദ്വൈതം. അങ്ങനെ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയെടുത്തിയതാണ്. അത് കാലം കൊണ്ടുവന്ന മാറ്റം. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്നായി കാണരുത്. ഇന്നത്തെ ദൈവതോപാസനകളും ഇവിടെ പറയുന്ന ദൈവതോപാസന രണ്ട് തന്നെയാണ്. ബ്രഹ്മവിദ്യയെ പാരാർത്ഥ്യ നിവൃത്തിയിരുന്ന സ്വലോകത്വം പശുത്വം ചെയ്ത അഭിപ്രായോ അപ്രിയ അരിഷ്ടിവചനാഭ്യാം അവഗമ്യതേ. ഇവിടെ ബ്രഹ്മജ്ഞാനി, ബ്രഹ്മബോധമുള്ളവൻ, തത്വമസി ബോധമുള്ളവനാണ്. പാരാർത്ഥ്യ നിവൃത്തേ, അവന് ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്നവൻ മുക്തനാകുന്നു. ദേവതകൾക്ക് വേണ്ടി ചെയ്യുക, ദേവതകൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക, അവരിൽ നിന്ന് അതിന്റെ ഫലം നേടുക, ഇതാണ് പാരാർത്ഥ്യം. അത് ജീവന്റെ സ്വാതന്ത്ര്യമാണ്. ആ ആത്മബോധത്തിൽ അത് ഇല്ലാതാകുന്നു. പിന്നെ സ്വലോകത്വം. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ ഈ സർവപ്രാണികൾക്കും ഭോഗ്യമല്ല. ആ തരത്തിൽ അത് ഈ പഞ്ചമഹായജ്ഞങ്ങളും മറ്റും അനുഷ്ഠിക്കുമ്പോഴാണ് സർവപ്രാണികൾക്കും അവൻ ഭോഗ്യമായി തീരുന്നു. അവനതെല്ലാം പാടെ ഉപേക്ഷിക്കുന്നു. കർമ്മങ്ങളെല്ലാം സന്യാസം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നു. പിന്നെ അവിടെ പാരാർത്ഥ്യമില്ല, സർവഭൂത ഭോഗ്യം അല്ല. അതാണ് തത്വബോധത്തിന്റെ ഒരു പ്രത്യേകത. പാരാർത്ഥ്യ നിവൃത്തി, സ്വലോകത്വമില്ല. ഇപ്പൊ ഒരുവൻ കർമ്മം ഗൃഹസ്ഥന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യൻ സന്യാസിക്ക് കർമ്മം പറയാത്തതാണ്. ഗൃഹസ്ഥന്റെ കർമ്മം ആണ് ഈ സർവ്വലോകത്തിനും വേണ്ടിയുള്ളത്. സന്യാസിയുടെ കർമ്മമല്ല. പഞ്ചമഹായജ്ഞം വിധിച്ചിരിക്കുന്ന ഗൃഹസ്ഥനാണ്. അവൻ സർവഭൂതങ്ങളെയും രക്ഷിക്കും, മനുഷ്യന് മാത്രം പോലെ. അപ്പൊ സ്വലോകത്വം അവനേ ഉള്ളൂ. എന്നുവെച്ചാൽ സർവഭൂതഭോഗ്യത്വം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എല്ലാവർക്കും നന്മ ചെയ്യുന്നു. ഇത് ഗൃഹസ്ഥന് വിധിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും നന്മ ചെയ്യുക, അത് ഗൃഹസ്ഥ ധർമ്മമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ധർമ്മമില്ലെന്ന് പറയുന്നു. നാരാ പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കുന്നു. ഇവിടെ പറയുന്ന തരത്തിലുള്ള ഗാർഹസ്ഥ്യമില്ല, ഈ പറയുന്ന തരത്തിലുള്ള സന്യാസമില്ല, രണ്ടുമില്ല. ഇന്ന് സന്യാസിക്കാണെങ്കിൽ ഈ സ്വലോകത്വമില്ല, എന്ന് വെച്ചാൽ സർവഭൂതഭോഗ്യത്വമില്ല. സന്യാസി ഇത് പാരാർത്ഥ്യ നിവൃത്തിയാണ്. അതായത് സന്യാസി മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നില്ല. സർവകർമ്മം ഉപേക്ഷിച്ചെങ്ങനെ തനിക്ക് വേണ്ടിയോ അന്യന് വേണ്ടിയോ കർമ്മം ചെയ്യുന്നില്ല. അതാണ് ശങ്കരാചാര്യർ പറയുന്ന സന്യാസം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ ജഗത് ഹിതം എന്ന് പറയുന്നത് എന്താ? കർമ്മനിവൃത്തിയാണ്. അല്ല കർമ്മം ചെയ്ത് ജഗത്തിന്റെ ഹിതമാണ് ശരിക്കുമുള്ള അർത്ഥത്തിൽ. പിന്നീട് കാലം മാറിയപ്പോൾ ആചാര്യന്മാർ കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തിയാണ് ലോകത്തെ സേവിക്കാമെന്നാക്കിയത്. ശരിക്കും അദ്വൈതത്തിന്റെ നിലയിൽ നിന്ന് പറയണമെങ്കിൽ അത് അദ്വൈതത്തിൽ വെള്ളം ചേർത്താണ്. പക്ഷെ അതിന് പ്രചാരമുണ്ടായി. ലോകദൃഷ്ടിയിൽ അത് ശരിയാണ്, തത്വദൃഷ്ടി ശരിയാണ്. ഭാഷ്യകാരൻ പറയുന്ന രീതിയിൽ
ലോകത്തിൽ അംഗീകാരം കിട്ടുന്നത് അതിനാണ്. എന്താണ് ജഗദ്ഹിതായ എന്ന് പറയുന്നത്? ലോകത്തിന് നന്മ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന് കൃതജ്ഞത ഉണ്ടായിരിക്കും. അതൊക്കെ ലോകദൃഷ്ടിയിൽ ശരി. അപ്പൊ അത് എങ്ങനെ പറയുന്നു? അതൊക്കെ ലോകദൃഷ്ടിക്കനുസരിച്ച് പറയുന്നു. ശങ്കരാചാര്യർ ആ ഒരു ലോകദൃഷ്ടി അംഗീകരിക്കുന്നില്ല. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം മനസ്സിലാക്കുമ്പോൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ സിദ്ധാന്തം വേറെ ആയിരിക്കും. അത് നമ്മുടെ സിദ്ധാന്തമായി സ്വീകരിച്ചാൽ മതി. അത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സിദ്ധാന്തത്തിന് എന്താണ്? അങ്ങനെ സ്വലോകത്വം ഇല്ല എന്നാണ്. സർവഭൂതഭോഗ്യമായിരിക്കുന്ന ഒരവസ്ഥ ഗൃഹസ്ഥനേ ഉള്ളൂ, സന്യാസിക്കില്ല. സന്യാസി സർവകർമ്മങ്ങളെയോട് ഉപേക്ഷിച്ചിരിക്കും, വ്യക്തമാണ്. പിന്നെ മറ്റുള്ളവർ വേണ്ടി എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? അത് സാധ്യമേ അല്ല. പക്ഷെ അത്തരത്തിലൊരു സന്യാസം അസാധ്യമായി വന്നപ്പോൾ സന്യാസം തത്വത്തിൽ സാധ്യമല്ലാതെ വന്നു. അപ്പോൾ സന്യാസത്തിൽ പിന്നീട് വന്ന ആൾക്കാർ പലതും കൂട്ടിച്ചേർത്തു. അതാണ് ഈ ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ എന്നൊക്കെ ഉള്ളത് വന്നത്. അല്ലെങ്കിൽ പിന്നെ സന്യാസത്തിന് നിലനിൽപ്പില്ലാതെ വരും. അങ്ങനെ ഒന്നേ ഇല്ലാതെ വരും. സമൂഹത്തിൽ സന്യാസി എന്ന് പറയുന്ന ഒന്ന് അപ്രത്യക്ഷമാണ്. അതുകൊണ്ട് അത് തത്വമായി ഗ്രഹിക്കുന്നത്. ലോകദൃഷ്ടിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കാലം മാറി, അതല്ലാതെ വേറൊന്നും അനുഷ്ഠിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അത് നടന്നു പോകുന്നു. തത്വത്തെ തത്വമായി തന്നെ മനസ്സിലാക്കണം. അതിൽ വെള്ളം ചേർക്കരുത്. അത് പറയുന്നു പാരാർത്ഥ്യ നിവൃത്തി. അപ്പോൾ ആ ബ്രഹ്മബോധം ഉള്ളവൻ പാരാർത്ഥ്യം നിവർത്തിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് സന്യാസിയാണ്, സർവകർമ്മ സന്യാസി. എന്ന സ്വലോകത്ത് അവൻ സർവഭൂത ഭോഗ്യമാകുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നെ എങ്ങനെയാ ഭൂതഭോഗ്യമാകുന്നത്? എന്തുകൊണ്ടവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നില്ല? അവന് മറ്റുള്ളവരില്ല. അവനൊരു ഭേദബുദ്ധിയില്ല. ആ ഭേദബുദ്ധിയില്ലാത്തവൻ, അന്യനെ കാണാത്തവൻ ഇങ്ങനെ അന്യന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അന്യൻ വേറെ താൻ വേറെ എന്ന് കാണാത്തവൻ എങ്ങനെ തനിക്ക് വേണ്ടി ചെയ്യുന്നു? അവിടെ തനിക്ക് വേണ്ടിയും അന്യന് വേണ്ടിയും ഒന്നും ചെയ്യാനില്ല. അത് ദേവതകൾക്ക് വേണ്ടിയില്ല, മൃഗങ്ങൾക്ക് വേണ്ടിയില്ല, മനുഷ്യർക്ക് വേണ്ടിയില്ല, ഒന്നിനും. അത് സർവകർമ്മ സന്യാസം. അതുകൊണ്ട് തന്നെ അവന് പശുത്വമില്ല എന്നർത്ഥം. പശുത്വം എന്ന് പറയുന്നത് എന്താണ്? പശു നിന്ന് പാല് എടുക്കുന്നവനെ സംബന്ധിച്ച് പശു ഒരു ഭോഗ്യവസ്തുവാണ്. എന്തുകൊണ്ട്? പശുവിൽ നിന്ന് അവന് ആദായമുണ്ട്, നേട്ടമുണ്ട്. അപ്പോൾ ഗൃഹസ്ഥൻ അന്യന് വേണ്ടി കർമ്മം ചെയ്യുന്നു, ഭൂതങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഗൃഹസ്ഥനിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്. ദേവന്മാരുൾപ്പെടെയുള്ളവർ, മനുഷ്യർക്കും പ്രാണികൾക്കും എല്ലാം പ്രയോജനം. അപ്പോൾ ആ ഗൃഹസ്ഥനാരായി? പശുവായി. കാരണം മറ്റുള്ളവർ അവർക്ക് അവനിൽ നിന്ന് ആദായമുണ്ട്. ഒരുവൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഭോഗ്യവസ്തുവായി അന്യനെ കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ അവൻ അന്യനെ സംബന്ധിച്ച് ആരാണോ അവനാണ് ഉപകരിക്കപ്പെടുന്നത്, ആർക്കാണോ അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്, അവനെ സംബന്ധിച്ച് ഉപകാരം ചെയ്യുന്നു പശുവായി. തത്വത്തിൽ അത് സ്വീകാര്യമായ കാര്യമില്ല. ലോകദൃഷ്ടിയിൽ അംഗീകരിക്കും. കാരണം നമ്മൾ പറയും ത്യാഗമാണ്, നിസ്വാർത്ഥതയാണ്.
തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നു, നിഷ്കാമഭാവം തന്നിലുണ്ട്, അതെല്ലാം ശരി. പക്ഷെ തത്വദൃഷ്ടിയിൽ അത് ഭാഷ്യകാരൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പശുവാകേണ്ട കാര്യമില്ല. സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കും അഭിപ്രായവും. ആ ബ്രഹ്മബോധത്തിൽ അതില്ല എന്നാണ്. പാരാർത്ഥ്യ ബുദ്ധിയോടുകൂടി ഇല്ല എന്നാണ് അഭിപ്രായവും. ഇതാണ് എന്റെ താല്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു സർവകർമ്മ സന്യാസം, സർവകർമ്മ നിവൃത്തി. ഇത് ഭാഷ്യകാരന്റെ അഭിപ്രായമാണ്. അവിടെ കർമ്മത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറല്ല. ബ്രഹ്മബോധത്തിൽ ചിന്തിക്കും. പിന്നെ അതാണ് അദ്വൈത സിദ്ധാന്തമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, സേവനങ്ങൾക്ക് എന്താ നിലനിൽപ്പ്? അത് ചോദിക്കും. പിൽക്കാലത്ത് ആചാര്യന്മാർ പറഞ്ഞു കാര്യങ്ങൾ പിൽക്കാലത്തെ അർത്ഥം എന്താണ്? ആത്മനം, മോക്ഷാർത്ഥം, ജഗദ്ഹിത എന്നൊക്കെ പറഞ്ഞു. അത് ഭാഷ്യകാര സമാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അജ്ഞന് വേണ്ടി, അജ്ഞന് വേണ്ടി അതൊക്കെയുണ്ട്. ആർക്കാണോ ഭേദബുദ്ധി ഉള്ളത് ആ ഭേദബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് അജ്ഞാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അതിനവന് തത്വജ്ഞാനം പ്രാപിക്കണം, അതിനുള്ള യോഗ്യതയില്ല. യോഗ്യതയുടെ ഭാഗമായിട്ട് ചിത്തശുദ്ധി വേണം. ആ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യും. ഇതെല്ലാം അജ്ഞനെ സംബന്ധിച്ച്. ഇവിടെ പറയുന്നത് എന്താണ്? ബ്രഹ്മവിദ്യയെ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ബ്രഹ്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവൻ പശുവല്ല, അവനാരുടെയും ഭോഗ്യവസ്തുവല്ല. അവിടെ കർമ്മമില്ല. അപ്പൊ ചോദിക്കും, അത് രണ്ടു കൂട്ടരായി. ഒന്ന് അജ്ഞാനി, മറ്റൊന്ന് ജ്ഞാനി. അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ സകാമമായിട്ട് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. അവൻ ഭോഗ്യമായിരിക്കുന്നു, പിന്നെ നിഷ്കാമമായി ചെയ്യുന്നു, ആത്മശുദ്ധിക്ക് വേണ്ടി. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മവുമില്ല എന്ന് പറയും. പിന്നെ ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നതോ അതങ്ങനെ സംഭവിക്കും. അതിന് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട് സമാധാനം. എന്താണ്? അത് കർമ്മമേ അല്ല. നിങ്ങളുടെ കർമ്മവും അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. അതിനെ കർമ്മമായിട്ട് ഗണിക്കാനേ പാടില്ല. ശ്രീകൃഷ്ണന്റെ കർമ്മത്തെക്കുറിച്ച് പറയുന്നത് അത് കർമ്മമല്ല. അതിനെ അജ്ഞനായി കർമ്മമണ്ഡലത്തിൽ നിൽക്കുന്നവൻ തന്റെ കർമ്മമായി താരതമ്യപ്പെടുത്തി അത് മനസ്സിലാക്കരുത്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ തന്റെ കർമ്മം സകാമം അല്ലെങ്കിൽ നിഷ്കാമം. ബ്രഹ്മവിത്ത് സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മമേ ഇല്ല, കർമ്മോപാസന ഉപേക്ഷിച്ചു. ലോകസംഗ്രഹ പ്രവൃത്തി കാണുന്നത് അതിനെ കർമ്മമായി ഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെ പറയുന്ന എന്താണ്? അത് ദിവ്യമായ കർമ്മം, ദിവ്യ ജന്മം, ദിവ്യമായ കർമ്മം എന്നതിൽ ഇത് രണ്ടിൽ നിന്നും മാറ്റി നിർത്തുന്നു. ദിവ്യജന്മകർമ്മങ്ങളെക്കുറിച്ച് ഭാഷ്യകാരനും അംഗീകരിക്കുന്നു. അങ്ങനെ സംഭവിക്കും. അത് സാധാരണ ജീവകർമ്മങ്ങളായിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജീവകർമ്മങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്.
ആണ് ബ്രഹ്മവിദ്യയെ പാരാർത്ഥ്യം ഇവിടുത്തെ സ്വലോകത്വം പശുത്വം അഭിപ്രായോ. ആത്മബോധമുള്ളവൻ പശുവല്ല, അവനിൽ പശുത്വമില്ല, അവൻ ഭൂതഭോഗ്യമില്ല. ഇത് അപ്രിയ അരിഷ്ടവചനാഭ്യാം അവഗമ്യത. ഇവിടെ ലോകായ അരിഷ്ഠ്യം ഇച്ച് യേശാം തന്ന പ്രിയം. ഇതിൽ നിന്നല്ലാതെ മനസ്സിലാക്കണം ഈ തത്വത്തെ. ബ്രഹ്മജ്ഞാനിക്ക് കർമ്മമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ദേവന്മാരുടെ പശുവല്ല. തസ്മാത് ബ്രഹ്മവിദോ ബ്രഹ്മവിദ്യ ഫലപ്രാപ്തിയും പ്രതി കുരുരേവ വിഘ്നം ദേവാഹ. ഇനി പൂർവപക്ഷി പറയാനാ ഇതൊക്കെ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞതുവരെ. സിദ്ധാന്തിക്ക് കൂടി സമ്മതമായ കാര്യങ്ങൾ. ഇനി പൂർവപക്ഷിയുടെ മുഖ്യമായ ആശയം പറയുകയാണ്. എന്താണ്? അതുകൊണ്ട് ബ്രഹ്മവിദ ബ്രഹ്മജ്ഞാനിക്ക് ബ്രഹ്മവിദ്യാ ഫലപ്രാപ്തിയും പ്രതി ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം മുക്തി, അതിന് കുരുരേവ വിഘ്നം ദേവാഹ ദേവന്മാർ വിഘ്നത്തെ ഉണ്ടാക്കും. പൂർവപക്ഷമാണ്, ഇല്ല എന്ന് സിദ്ധാന്തം. എന്തുകൊണ്ട്? പ്രഭാവവന്തസ്ഥഹിത്തെ, അവർ ഐശ്വര്യശാലികളാണ്, മുക്തിയെ അവർ തടയും എന്നാണ്. ദേവന്മാർ ഇത് അംഗീകരിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനത്തെ തടയാനോ ബ്രഹ്മജ്ഞാന ഫലമായ മുക്തിയെ തടയാനോ ഒരു ദേവന് സാധ്യമല്ല. ആ ധൈര്യം കൊണ്ടാണ് ആ ബ്രഹ്മബോധമുള്ളവൻ ഇവരെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടെ പറയും എന്താണ്? ആ ബ്രഹ്മബോധമുള്ളവൻ അവന്റെ സ്വരൂപം തന്നെയാണ് ഈ ദേവന്മാരെല്ലാം. അവന് വേറിട്ടൊരു ദേവനുണ്ട്. പിന്നെ അന്യനായ ഒരു ദേവനുണ്ടെങ്കിലല്ലേ അവന് വിഘ്നത്തെ കൊടുക്കുന്നു. സർവ്വദേവന്മാരും സ്വസ്വരൂപമാണെന്ന് അറിയുന്നവന് ദേവന്മാരായിക്കോട്ടെ, ലൗകിക ദൃഷ്ടിയ അത് പ്രത്യേകം മനസ്സിലാക്കും. ലൗകിക ദൃഷ്ടിയ പക്ഷിമൃഗാദികളൊക്കെ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ ജീവലോകത്തിൽ ദേവലോകമുണ്ട്, അവിടെ ദേവന്മാരുമുണ്ട്. പക്ഷെ തത്വദൃഷ്ടിയിൽ എന്താണെല്ലാം തന്റെ സ്വരൂപം തന്നെ. ആ സ്വരൂപബോധമുള്ളവന് എത്ര ഐശ്വര്യശാലികളായാലും ശരി, ദേവന്മാർക്ക് അവർക്കാണ് ഇമാതി ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. ഭാഷ്യകാരൻ പറയാം അതിന്റെ ഉപയോഗം വേറെ സ്ഥലത്തുണ്ട്. അതവർക്ക് ഉപയോഗിക്കുക എന്താണ്? പരസ്പരം ഭാവയെന്താ, അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവർക്ക് അനുഗ്രഹിക്കാനും, പിന്നെ അവർക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കാനും ഒക്കെ ആ ഐശ്വര്യങ്ങൾ അവർ ഉപയോഗിച്ചോട്ടെ. ബ്രഹ്മജ്ഞാനത്തിൽ അത് കൊണ്ടുവന്നാൽ കാര്യം നടക്കത്തില്ല. മോക്ഷത്തിന് തടയാൻ അവരുടെ ഐശ്വര്യങ്ങൾക്കും ശക്തികൾക്കൊന്നും സാധ്യമല്ല. ഇത് മുഖ്യമായും വൈദിക കർമ്മികളെയും ഒരു ഉദ്ദേശിച്ച് പറയും. ഇനി സാധാരണ പറയും എന്താണ്? ദേവതകളെ ഉപാസിച്ച്, അതായത് ഈ വൈദിക ദേവതയെ ഉദ്ദേശിച്ചിട്ടാണ്. വൈദിക ദേവതകളെ കർമ്മങ്ങളും അവരുടെ ഉപാസനകൾക്കും വൈദികമായ വിധികൾ അനുസരിച്ചേ പറ്റും. അത് വൈദികർക്കേ സാധ്യമാവും. ഇന്നുള്ളവർക്കത് അത്തരത്തിൽ അനുഷ്ഠിക്കാൻ പ്രയാസമാണ്. അവസാനം ഭാഷ്യകാരൻ പറയും, അതായത് ശരി, കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫലം കിട്ടാതെ വരുന്നുണ്ടല്ലോ. കാരീരി യാഗം എന്ന് പറയുന്ന യാഗത്തെ കുറിച്ച് പറയുന്നു. മഴ പെയ്യാനാണ് യാഗം ചെയ്ത് പലപ്പോഴും പലർക്കും മഴ കിട്ടാതെയും വന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് യാഗം ചെയ്ത് മഴ കിട്ടാറുമുണ്ട്. അപ്പോൾ ഈ മഴ കിട്ടാതെ വരുന്ന എന്തുകൊണ്ട്? ആരെങ്കിലും പോയി അതിന് ശല്യം ചെയ്തിട്ടാണ്? ദേവന്മാരാരെങ്കിലും വിഘ്നം ഉണ്ടാക്കിയിട്ടാണ്? പറയുന്നതല്ല. അതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. കർമ്മഫലത്തിൽ പോലും ദേവന്മാർക്ക് വിഘ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല.
അപ്പോൾ കർമ്മത്തിൽ ഫലത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വരികയാണെങ്കിൽ കർമ്മത്തിന്റെ വൈഗുണ്യം കൊണ്ടായിരിക്കും. അതിന്റെ കർമ്മത്തിന്റെ പൂർണ്ണതയിൽ പൂർണ്ണമായ ഫലം ഉണ്ടാകും. കർമ്മത്തിന്റെ ന്യൂനതയിൽ കർമ്മത്തിന് ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ വൈദിക വിധികൾ പാലിച്ചിരുന്ന കാലദേശങ്ങളെല്ലാം മാറിപ്പോയി. ഇന്നത്തെ കാലദേശത്തിൽ അതേ രീതിയിൽ ആ കർമ്മത്തിന്റെ പൂർണ്ണത അത് സാധ്യമല്ല. ആ രീതിയിൽ നിഷ്ഠയോടുകൂടി വൈദികന്മാർ ജീവിക്കുന്നില്ല. ആ നിഷ്ഠ വേണ്ടേ? ആ നിഷ്ഠയുള്ളവർ കുറവാണ്. ആ സാഹചര്യങ്ങളില്ല. യാഗത്തിൽ ഉപയോഗിക്കേണ്ട പല വസ്തുക്കളും തന്നെ ഇന്ന് എന്താണെന്ന് തന്നെ അറിയത്തില്ല. കൃത്യമായിട്ട് അത് കണ്ടെത്തി അത് ഉപയോഗിക്കുന്നത് തന്നെ പ്രയാസമാണ്. അപ്പോൾ എല്ലാ കാലം മാറി. അപ്പോൾ ആ കർമ്മം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള പൂർണ്ണത വരത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഫലത്തിലും ന്യൂനതകൾ വരും. അതാണ് കാലമാറ്റം വന്നു. വൈദിക കാലം സ്വാഭാവികമായിട്ടും മാറി, പൗരാണിക കാലത്തേക്ക് മാറി. അതും മാറി, ഇന്നത്തെ ഭൗതിക ലോകത്തിലേക്ക് വന്നു. അപ്പം മുഖ്യഫലം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ആനുഷംഗികമായ ഫലങ്ങളുണ്ടാകും വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ. ഒരു പ്രവൃത്തി ചെയ്താലും ഫലം ഉണ്ടാകുമല്ലോ. അതിനോടനുബന്ധിയായ എന്തെങ്കിലും ഫലങ്ങളൊക്കെ കിട്ടും. പലരും വൈദിക കർമ്മങ്ങളെയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാലം മാറിപ്പോയി. അത് യഥാവത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ ഫലവും ഉണ്ടാകത്തില്ല. ദേവതകൾ തന്നെ അവരുടെ വേഷം മാറ്റി. പണ്ടത്തെ അഗ്നിയും ഇന്ദ്രനുമൊക്കെ പോയിട്ട് ശിവനും വിഷ്ണുവും പാർവതിയൊക്കെ വന്നു. വൈദിക ദേവതകളാണോ? അല്ല. രുദ്രൻ പോയി വേറെ ഭാവങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് ഇന്നത്തെ ഉപാസനകൾ അതെല്ലാം മാറി കാലത്തിനനുസരിച്ച്. വൈദിക കാലത്ത് ക്ഷേത്രമുണ്ടോ? ഇല്ലല്ലോ. പൗരാണിക കാലം വന്ന് പിന്നീട് ക്ഷേത്രങ്ങളായി. അതിന്റെ സ്ഥാനത്ത് ക്ഷേത്രോപാസനകളും ദേവതോപാസനകളും മന്ത്ര തന്ത്ര യന്ത്ര ഉപാസനകളും ഒക്കെ വന്നു. അത് കാലം കൊണ്ടുവന്ന മാറ്റമാണ്. കാലത്തെ മാറ്റാൻ ഒക്കത്തില്ല. ഇനി പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതെന്തായാലും കലികാലം തന്നെയാണ്. പഴയകാലം തിരിച്ചു വരാതെ എങ്ങനെ വൈദിക കർമ്മങ്ങൾ പഴയത് എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റണം. മാറ്റുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങളും എന്നുവെച്ചാൽ ന്യൂനതകളും വരും. പൂർണ്ണതയുണ്ടാകത്തില്ല. എന്നാലും ഇന്ന് ആ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിക്കുന്നവർക്ക് ഗുണമുണ്ടാകും. അതുണ്ടാകും. ഐഹികമായ ഗുണങ്ങൾ, ഈ ലോകത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. വൈദിക കാലത്തെ തിരിച്ച് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വൈദിക കർമ്മങ്ങളും വൈദിക ഉപാസനകളും അപ്രത്യക്ഷമായി പോയി എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാകത്ത് തന്നെ. ഇന്ന് ചെയ്യുന്നവരും അത് ഇന്നീ പറയുന്നവർ തന്നെ വൈദികമായ കർമ്മങ്ങൾ ഏതാണ്, ഉപാസനകൾ എന്താണ്, ഇതുപോലും തിരിച്ചറിയാതെയാണ് ചെയ്യുന്നത്.
അവിടെ ദേവതകൾ മന്ത്രാത്മകമാണ്. വേദത്തിൽ മന്ത്രസ്വരൂപമാണ് ദേവതകൾ എന്നുള്ളതാണ് മുഖ്യ പക്ഷം. പിന്നെ ദേവതകൾക്ക് പിൽക്കാലത്ത് വിഗ്രഹങ്ങളെ സ്വീകരിച്ചാണ് രൂപത്തെ. ഗായത്രി ദേവത എന്ന് പറഞ്ഞാൽ മന്ത്രമാണ്, അല്ല വേറെ ദേവതയും. ഇന്നിപ്പോൾ ഗായത്രി ഉപാസിക്കുന്നവരെന്തായിരുന്നു, ഒരു രൂപമൊക്കെ ഉണ്ടാക്കി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ അത് ഗായത്രി എന്നാണ് പറയുന്നത്. മീമാംസാശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു മന്ത്രസ്വരൂപമാണ്. പിന്നെ എങ്ങനെ ഈ രൂപം വന്നു? അതാണ് വൈദിക കാലം മാറി പൗരാണിക കാലം എന്ന് പറയുന്നു. കാലം മാറിയതുകൊണ്ട് വന്നു. അത് വരുമല്ലോ, ഒരേ ഒരു തത്വമാണ്. ആ തത്വത്തെ ഒരുവൻ ഏത് ഭാവനയോടുകൂടി ഉപാസിക്കുന്നു അവന്റെ ഭാവനയ്ക്കനുസരിച്ച് രൂപം അവന് സാക്ഷാത്കരിക്കാൻ കഴിയും. അതുകൊണ്ടങ്ങനെ ഒരു മൂർത്തി, ഒരു രൂപം ഗായത്രിക്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഒരാളങ്ങനെ ഭാവന ചെയ്തു. ഈ രൂപങ്ങളെല്ലാം അങ്ങനെ വന്നതാണ്. ശിവനും പാർവതിയും വിഷ്ണുവും ലക്ഷ്മിയും 33 ദേവന്മാരും ഈ തത്വത്തെ ഭാവന ചെയ്ത് സാക്ഷാത്കരിച്ചതാണ്. ഓരോ ഭാവന അങ്ങനെ സംഭവിക്കാം. പക്ഷെ അത് വൈദികമല്ല. കാരണം വേദത്തിൽ അത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അസത്യമാണോ? അസത്യമെന്ന് പറയാൻ വയ്യ. എങ്ങനെ ഭാവിക്കുന്നു അങ്ങനെ അനുഭവപ്പെടുന്നു എന്നാണ് സിദ്ധാന്തം. എങ്ങനെ ഉപാസിക്കുന്നു ആ രീതിയിൽ. അതുകൊണ്ട് ആചാര്യന്മാർ അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉപാസകാന ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ തന്നെ പറയുന്നു. ഭാഷ്യത്തിലല്ല, ബ്രഹ്മസൂത്ര ഭാഷ്യ വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉപാസകന്മാർക്ക് വേണ്ടിയിട്ട് ആചാര്യന്മാര് രൂപകൽപ്പനകൾ ചെയ്തു. ഇങ്ങനെയൊക്കെ ആകാം. അവരുടെ ഭാവനകൾ ചെയ്തു. ഇങ്ങനെ ഉപാസിക്കുക. ഒരു മുഖമുള്ള ദേവൻ, 2 മുഖമുള്ള ദേവൻ, 3 മുഖമുള്ള ദേവൻ, 4 മുഖം, 1 കൈ, 2 കൈ, 3 കൈ, 4 കൈ. ഒരു ഉപാസനയ്ക്ക് മനസ്സിനൊരു ആലംബനത്തിന് വേണ്ടി ആചാര്യന്മാരിങ്ങനെ കൽപ്പനയും ചെയ്തിട്ടുണ്ട്. ചിലരിങ്ങനെ ഉപാസിച്ചപ്പോൾ അവർക്ക് അങ്ങനെയുള്ള രൂപങ്ങൾ അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. ഇതെല്ലാം ഉപാസകന്മാർക്ക് വേണ്ടി പിൽക്കാലത്ത് വന്നതാണ് രൂപകൽപ്പന എന്നുള്ള കാര്യം അദ്വൈതി സമ്മതിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വന്ന അദ്വൈതികൾ അത് അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നതിനെ കുറിച്ചല്ല, വൈദിക ഉപാസനകളെ കുറിച്ചാണ്. അവിടെ ഉള്ള ദേവതകൾ, ആ ദേവതകൾ കർമ്മത്തിൽ വിഘ്നം ഉണ്ടാക്കുമോ? പറയുന്നതിനു ഏവം സതി അന്യസ്വപി കർമ്മ ഫലപ്രാപ്തിഷു ദേവാനാം വിഘ്നകരണം പേയപാനസമം പൂർവക്ഷ പറയണം. ഈ പേയപാനം എന്ന് വെച്ചാൽ വളരെ അനായാസമാണ്. പേയപാനം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് അനായാസം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. ജ്ഞാനത്തിന് വിഘ്നം ഉണ്ടാക്കാമെങ്കിൽ ദേവന്മാർക്ക് കർമ്മങ്ങൾക്കും വിഘ്നം ഉണ്ടാക്കാം. അന്തർഹി അവിശ്രംഭോ അഭ്യുദയ നിശ്രേയസ സാധനാനുഷ്ഠാനേഷു. അഭ്യുദയത്തിനും നിശ്രേയസത്തിനും വേണ്ടി വേദം വിധിച്ച സാധനങ്ങൾ എങ്ങനെ ഒരാൾ വിശ്വസിച്ചനുഷ്ഠിക്കും? ദേവന്മാരൊന്നും അതിന് വിഘ്നത്തെ ഉണ്ടാക്കത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നാണ്. നമ്മളതല്ലേ ഭയക്കുന്ന ദേവന്മാരൊന്ന് വിഘ്നം ഉണ്ടാക്കും. കാരണം പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്, വിശ്വാമിത്രൻ തപസ് ചെയ്തു, ഉടനെ ഇന്ദ്രൻ വന്ന് തപസ്സിനെ മുടക്കി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നിശ്രേയസ സാധനത്തിൽ അഭ്യുദയ
സാധനത്തിലും രണ്ടിലും ദേവന്മാർ വിഘ്നത്തെ ഉണ്ടാക്കാം. പറയുന്നില്ല, വൈദികമായ കർമാനുഷ്ഠാനത്തിൽ ദേവന്മാർക്കൊരു വിഘ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള തപസ്, ആ തപസ്സുകൾക്ക് മറ്റും വിഘ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ശരിയായിരിക്കും. അതും വൈദികമല്ലല്ലോ. തഥാ ഈശ്വരസ്യ അചിന്ത്യശക്തിത്വാദ് വിഘ്നകരണേ പ്രഭു. അതുപോലെ ഇനി ഈശ്വരൻ തന്നെ വിഘ്നത്തെ ഉണ്ടാകും. ഈശ്വരന് അചിന്ത്യമായ ശക്തി ഉണ്ടാക്കാം. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എടുക്കാനെങ്കിൽ ലോകപാലകന്മാർ തുടങ്ങി പല ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അങ്ങനെ വിഘ്നത്തെ ഉണ്ടാക്കാം. പൂർവപക്ഷം തഥാ കാല കർമ്മ മന്ത്ര ഔഷധി തപസ്സാം യേഷാം ഹി ഫലസമ്പത്തി വിഭത്തി ഇത് ശാസ്ത്രേ ലോകേജ പ്രസിദ്ധം. ഒരു കർമ്മം, അതിന്റെ ഫലം, ഒരു കർമ്മത്തിന് ഇന്ന ഫലം എന്നുള്ളത് നിശ്ചിതമായ കാര്യമാണ്. പക്ഷേ ആ കർമ്മവും ഫലവും തമ്മിൽ ലൗകികമായ കാര്യങ്ങളായാലും ശരി, ഇനി അലൗകികമായ വൈദികമായ കാര്യങ്ങളായാലും ശരി, ഒരു നിശ്ചിതമായ സ്വഭാവം കാണുന്നില്ല. ചിലപ്പോൾ ഫലം കിട്ടാതെ വരുന്നു. ലൗകികമായ കാര്യങ്ങളിൽ തന്നെ രോഗം വന്നു, ചികിത്സ കൊണ്ട് രോഗം മാറണം, പക്ഷെ ചിലവ് മാറുന്നില്ല. അന്നം കഴിക്കുന്നു, ശരീരത്തിന് പുഷ്ടി വരണം, ചിലപ്പോൾ വരുന്നില്ല. ലൗകികമായ കാര്യങ്ങളിൽ തന്നെ കാണുന്നു. കർമ്മം നിശ്ചിതമായ ഫലത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തോ വിഘ്നങ്ങൾ അവിടെ സ്വീകരിക്കേണ്ടി വരും. വൈദികമായ കർമ്മങ്ങളിൽ അങ്ങനെ ശാസ്ത്രം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം കാലം, വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കാലം കൊണ്ട് ഫലത്തിന് സമ്പത്തി വിപത്തി വരും. ഗംഗാസ്നാനം പുണ്യം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അത് സംക്രാന്തിയിലും മറ്റും ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കൂടും. അതുപോലെ ചില കർമ്മങ്ങൾ കാലമനുസരിച്ച് ചെയ്തില്ലെങ്കിൽ പുണ്യം കുറയും. അതുപോലെ കർമ്മം ഫലത്തിൽ ചിലപ്പോൾ കൂട്ടും കുറവുമൊക്കെ ഉണ്ടാകും. ഉദാഹരണം പറയുന്നത്, ഒരു നാളിൽ ജനിക്കുന്നു, എല്ലാവർക്കും ഒരേ ഫലമല്ല. ചിലർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു, ചിലർക്ക് അവിടെ നേരെ വിപരീതം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അവരുടെ കർമ്മം സ്വാധീനിക്കുന്നു, കർമ്മത്തിന്റെ സ്വാധീനം കൊണ്ട് സംഭവിക്കുന്നു. മന്ത്രം, ഒരേ മന്ത്രം തന്നെ ചിലപ്പോൾ നല്ല ഗുണത്തെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ദോഷഫലത്തെ ഉണ്ടാക്കും. ഇവിടെ വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രശത്രു വർദ്ധസ്വ എന്ന് പറയുന്ന മന്ത്രം, വൈദിക മന്ത്രമാണ്. പക്ഷെ ആ മന്ത്രം ദോഷം ചെയ്തു. വാസ്തവത്തിൽ ഒരു അഭിചാര മന്ത്രമാണ്. അസുരനെ കൊല്ലാൻ വേണ്ടി അത് അവസാനം ഫലപ്പെട്ടു. വാസ്തവത്തിൽ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച മന്ത്രമാണ്. ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ, പക്ഷെ സ്വരത്തിൽ വ്യത്യാസം വന്നുപോയി. ഇന്ദ്രൻ കൊല്ലുന്നവൻ വളരട്ടെ എന്നായി. വളർന്നു വന്നപ്പോൾ അവൻ ഇന്ദ്രൻ കൊന്നു. സ്വര വ്യത്യാസം. അങ്ങനെ മന്ത്രം കൊണ്ടും വിപരീത ഫലം ഉണ്ടാകുന്നു. ഔഷധി പറയും, അത് നമുക്കറിയാമല്ലോ. ഔഷധി കൊണ്ട് ഫലമുണ്ടാകുന്നു. ഇവിടെ പറയുന്നു, രാഹു സാറിന് ശിരസ് ഛേദിച്ചാൽ മരിക്കണം. പക്ഷെ അമൃതം കഴിച്ചതുകൊണ്ട് രാഹുവിന് മരണം ഉണ്ടായില്ല. പൗരാണികമായ ദൃഷ്ടാന്തം പറയുന്നു. ഫലത്തെ മാറ്റിമറിക്കുന്നു. തപസ്, സാധാരണ മനുഷ്യന്റെ ആയുസ്സെന്ന് പറയുന്നത് 100 വർഷം, ശതായുർവൈ പുരുഷ, വേദം തന്നെ അംഗീകരിച്ച ആയുസ്. പക്ഷെ തപസ്സുകൊണ്ട് ചിലരുടെ ആയുസ്സിനെ നീട്ടുന്നു.
കൽപ്പാന്തം വരെ ചിലരിയിരിക്കുന്നു. ആയുസ്സെന്ന് പറയുന്ന കർമ്മഫലമാണ്, പൂർവ്വകർമ്മത്തിന്റെ ഫലമാണ്. തപസ്സുകൊണ്ട് അവരതിനെ മാറ്റിമറിക്കുന്നു. തപസ് തന്നെ പുതിയ കർമ്മമാകുന്നു. ആ കർമ്മം വേറെ ഫലം കൊടുക്കുന്നു. പഴയ കർമ്മഫലത്തിനവിടെ പ്രസക്തിയില്ലാതെ വരുന്നു. ഇങ്ങനെ കർമ്മം ഫലം എന്ന് നിയമം ഉണ്ടെങ്കിലും കാലം, കർമ്മം, മന്ത്രം, ഔഷധി, തപസ് ഇതെല്ലാം ഫലസമ്പത്തി വിഭക്തി ഹേതുത്വം. ചിലപ്പോൾ ഫലത്തിൽ ആധിക്യത്തെ ഉണ്ടാക്കുന്നു, ചില ഫലത്തിൽ ന്യൂനതയുണ്ടാക്കുന്നു. ഇത് ശാസ്ത്രത്തിലും ലോകത്തിലും നമ്മൾ കാണാറുണ്ട്, പ്രസിദ്ധം. അതുകൊണ്ട് ഈ കർമ്മ ഫലത്തിൽ ദേവതകൾക്ക് ഇടപെടാം. അതോ അനാശ്വാസം. അതുകൊണ്ട് വിശ്വസിച്ചങ്ങനെ കർമ്മം ചെയ്യും. വൈദിക കർമ്മങ്ങൾ അനാശ്വാസ ശാസ്ത്രാർത്ഥാനുഷ്ഠാനെ, വേദം വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. അത് നിഷേധിക്കുന്നു, ശരിയല്ല. എന്നാ സർവപദാർത്ഥാന നിയത നിമിത്ത ഉപാദാനാം ജഗത് വൈചിത്ര്യ ദർശനാച്ച പറയുന്നു. ഇവിടെ കാര്യകാരണഭാവമുണ്ട് പ്രപഞ്ചത്തിന്. അതിന് ചില അപവാദങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഇതെല്ലാം സ്വയം സ്വാഭാവികമായി പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഉദാഹരണം പറയുന്നു, തൈര് വേണമെന്നുണ്ടെങ്കിൽ പാൽ അന്വേഷിച്ച് പോകണമല്ലോ. മണലിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ? അല്ല. അവിടെ പരസ്പരം ഒരു കാര്യകാരണഭാവം കാണുന്നുണ്ട്. സർവപദാർത്ഥാന നിയന്ത നിമിത്ത ഉപാദാന. പാത്രം ഉണ്ടാക്കണമെങ്കിൽ അവിടെ മണ്ണ് വേണം, അതുകൊണ്ട് മൺപാത്രം ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ബന്ധം, കാര്യകാരണ ബന്ധം പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. ജഗത് വൈചിത്ര്യ ദർശനാച്ച്, ഈ ലോകത്തിൽ വൈചിത്ര്യം കാണുന്നുമുണ്ട്. ജീവന്മാരെ തന്നെ കാണുന്നു. പുണ്യം ചെയ്യുന്നവൻ ദുഃഖിക്കുന്നു, പാപം ചെയ്യുന്നു, സുഖിക്കുന്നു. ചിലർ സുഖിയായിരിക്കുന്നു, ചിലർ ദുഃഖിയായിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ കർമ്മത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. മനുഷ്യ സൃഷ്ടി, മറ്റ് ജീവസൃഷ്ടികൾ, ഈ വൈചിത്ര്യം ഇങ്ങനെ നിലനിൽക്കുന്നുകൊണ്ട് കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചേ പറ്റും. സ്വഭാവ പക്ഷേച്ച തതുഭയാനുഭൂതി. ഇതൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓരോ വസ്തുക്കളും അതിന്റെ സ്വഭാവം കൊണ്ട് അങ്ങനെ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധമില്ലാതെ വരും. കൃത്യമായും കാരണത്തെ അന്വേഷിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ആ കാരണത്തിൽ നിന്നേ ആ കാര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്വഭാവവാദത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിന്റെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അതിനൊരു കാരണമുണ്ടെന്ന് പറയേണ്ടി വരും. തൈരെന്ന് പറയുന്നത് എന്താ? അതതിന്റെ സ്വഭാവമല്ല, അത് പാലിന്റെ കാര്യമാണ് എന്ന് പറയേണ്ടി വരും. അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. സുഖ ദുഃഖാദി ഫലനിമിത്തം കർമ്മേത്യേതസ്മിൻ പക്ഷേ സ്ഥിതേ വേദ സ്മൃതി ന്യായ ലോക പരിഗ്രഹീതേ ദേവ ഈശ്വര കാലാഹ താവുന്ന കർമ്മഫല വിപര്യാസകർത്താഹ. സുഖദുഃഖ അതിഫലം, അതിന് കാരണം എന്താണ്? കർമ്മം തന്നെ. കർമ്മം കൊണ്ടാണ് സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇത് അംഗീകരിക്കുന്നു. ഇതിനെന്താണ്? വേദം, സ്മൃതി, ന്യായം എന്ന് വെച്ചാൽ യുക്തി, ലോക അനുഭവം. ലോകത്തിലങ്ങനെയാണ് കാണുന്നത്. ഇതെല്ലാം കൊണ്ട് അതുകൊണ്ട് ദേവ ഈശ്വര കാലാഹ താവത്ന കർമ്മഫല വിപര്യാസകർത്താര. അതുകൊണ്ട് ദേവൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ കാലം കർമ്മഫലത്തെ മാറ്റിക്കളയും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കർമ്മം ഫലത്തെ കൊടുക്കുന്നതിന് പൂർണ്ണമായും ശക്തമാണ്. കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് സർവഫലവും എന്ന് ഭാഷ്യകാരൻ പറയുന്നു. കർമ്മണാം കാംക്ഷിതകാരകത്വ. അതെന്താ? കർമ്മത്തെക്കാൾ വലുതല്ലേ ദേവൻ? കർമ്മത്തെക്കാൾ വലുതല്ലേ ഈശ്വരൻ? അതിനേക്കാൾ വലുതല്ലേ കാലം?
അപ്പോൾ കർമ്മഫലത്തെ മാറ്റാൻ ഇവയ്ക്ക് കഴിയില്ലേ? ഭാഷ്യകാരൻ പറയുന്നത് സാധ്യമല്ലെന്നാണ്. അത് സാധ്യമല്ല. കർമ്മഫലത്തെ മാറ്റാൻ ഇവയ്ക്ക് ഒന്നിനും സാധ്യമല്ല. ദേവനോ ഈശ്വരനോ കാലത്തിനോ ഒന്നും സാധ്യമല്ല എന്നാണ്. അത് നമുക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുന്നു. അതിനൊക്കെ സമാനം പറയുന്നുണ്ട്. ഈശ്വരനും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിന് സമാനം പറയുന്നുണ്ട്. കർമ്മഹി ശുഭാശുഭം പുരുഷാണാം ദേവകാല ഈശ്വരാദി കാരകം അനപേക്ഷിന ആത്മാനം പ്രതിലഭതേ. പറയുന്നതിനൊരു യുക്തിയുണ്ട്. ഈ കർമ്മം എന്ന് പറയുന്നത് ദേവൻ, ഈശ്വരൻ, കാലം ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒന്നല്ല. ഒരു കർമ്മ നിഷ്പത്തി, ഒരു കർമ്മത്തിന്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. എന്നാലേ ആ കർമ്മം ഒരു കർമ്മമാകത്തുള്ളൂ. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഒരു കർമ്മത്തെ സിദ്ധമാക്കുന്നതെങ്കിൽ അക്കാരണം കൊണ്ട് തന്നെ, അതായത് കർമ്മം ഇതിനെല്ലാം ആശ്രയിക്കുന്നത് കൊണ്ട് ഇതിനൊന്നും കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അത് സാധ്യമല്ല. അതൊരു കാര്യം എന്തൊക്കെ കാരണങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ അത് ആ കാര്യത്തിന്റെ വിഘാതകമല്ല, മറിച്ച് ആ കാര്യത്തിന്റെ പൂർത്തിക്ക് ഉപകരിക്കുന്നവയാണ്. അതുകൊണ്ട് കർമ്മം ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. കർമ്മത്തിന് ദേവത വേണം, ഈശ്വരൻ വേണം, കാലം വേണം, എല്ലാം വേണം കർമ്മത്തിന്. അധിഷ്ഠം ഇതെല്ലാം അതിനാവശ്യമാണ്. അതെല്ലാം കൂടി ചേർന്നാണ് കർമ്മം ഉണ്ടാകും. പിന്നെ ആ കർമ്മത്തിന്റെ ഫലത്തെ ഇവ തന്നെ എങ്ങനെ നശിപ്പിക്കും? കാരണം ഇവയെ ആശ്രയിച്ചല്ലേ നിലനിൽക്കുന്നത്. താനിരിക്കുന്ന കൊമ്പ് താൻ മുറിക്കുന്നു എന്ന് പറയും പോലെ അത് സംഭവിക്കുന്ന കാര്യമില്ല. കർമ്മഹി ശുഭാശുഭം പുരുഷാണ്. ഈ ജീവന്മാരുടെ പുണ്യപാപങ്ങളെ കൊടുക്കുന്നതാണ് കർമ്മം. ദേവകാല ഈശ്വരാദി കാരകം അനപേക്ഷി. ഈ ദേവകാല ഈശ്വരാദികൾ അപേക്ഷിക്കാതെ അത് ഉണ്ടാകത്തില്ല. ആത്മാനം എന്ന പ്രതിലഭത്തെ അങ്ങനെ ഒന്നും സിദ്ധിക്കത്തില്ല. കർമ്മം ഉണ്ടാകത്തേയില്ല. കർമ്മപൂർത്തി എന്ന് പറയുന്നതിനെല്ലാം ആശ്രയിച്ചിട്ടാണ്. ലബ്ധാത്മകമവി ഫലദാനെ അസമർത്ഥകം. ഇനി ഏതെങ്കിലും വൈഗുണ്യത്തോടുകൂടി ഒരു കർമ്മം ഉണ്ടായാൽ തന്നെ അതിന് ഫലം ഉണ്ടാകത്തില്ല. ദൈവ ഈശ്വര കാലങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കാതെ ഒരു കർമ്മം പൂർത്തിയാകത്തില്ല. ഇതിലെന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത് കാലം മുഖ്യമാണ്. വൈദിക കർമ്മങ്ങൾക്ക് കാലം മുഖ്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാലം മാറി അത് ഫലം ചെയ്യത്തില്ല, പൂർണ്ണഫലം കൊടുക്കത്തില്ല, കർമ്മത്തിന് പൂർത്തിയും ഉണ്ടാകത്തില്ല. ഫലദാനെ അസമർത്ഥം. ക്രിയയാഹി കാരകാദ്യ അനേക നിമിത്ത ഉപാദാന സ്വഭാവം. എന്തുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് അനേക നിമിത്തങ്ങളെ ആശ്രയിച്ചാവുന്നു. കാലദേശാദി ഈശ്വരാദി നിമിത്തങ്ങളെ ആശ്രയിച്ചേ ഉണ്ടാവും. കർമ്മത്തിന്റെ സ്വഭാവമാണെങ്കിൽ കർമ്മം ഉണ്ടാകത്തില്ല, ഏത് കർമ്മമായാലും. തസ്മാത് ക്രിയ അനുഗുണാഹി ദേവ ഈശ്വരാദേരി. അതുകൊണ്ട് ഈ ദേവൻ, ഈശ്വരൻ, കാലം തുടങ്ങിയെല്ലാം എപ്പോഴും കർമ്മത്തിന് അനുഗുണമായിരിക്കുന്ന കാര്യങ്ങളാണ്. കർമ്മത്തെ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ കർമ്മത്തിന് ഫലത്തെ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കർമ്മസത്താവുന്ന ഫലപ്രാപ്തി പ്രതി അവിശ്രംഭം. അതുകൊണ്ട് മറിച്ചത് കർമ്മത്തിന്റെ ഫലത്തെ ഇല്ലാതാക്കുന്നതല്ല, കർമ്മത്തിന് ഫലത്തെ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് ദേവന്മാരോ അധിഷ്ഠമോ എന്തെങ്കിലും ഈ കർമ്മ ഫലത്തെ നശിപ്പിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് കർമ്മത്തെ ഉണ്ടാക്കിയത്. അപ്പം അവരുടെ ബാധ്യതയാണ് ആ കർമ്മത്തിൽ നിന്ന് ഫലം ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ അതിന് വിപരീതമായി അവർക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഇനി കർമ്മണമപ്പി യേശാം വശാനുഗത്വം ക്വചിത് സ്വസാമർത്ഥ്യ അപ്രണോദ്യത്വ. മറിച്ച് ഈ കർമ്മം ദേവന്മാരെ അപേക്ഷിക്കുന്നത് പോലെ തന്നെ
ദേവന്മാര് മറ്റു കർമ്മത്തെ അപേക്ഷിക്കുന്നു. ഇനി ഒരാൾ പറയുകയാണ്, ഞാനൊരു കർമ്മം ചെയ്തു, കർമ്മം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, കാലക്കേടുണ്ട്, കാലദേവത അനുഗ്രഹിച്ചു, അത് പൂർത്തിയായില്ല. അങ്ങനെ കർമ്മമെല്ലാം ഞാൻ പൂർത്തിയാക്കി, എന്തോ ആ ഫലം പൂർണ്ണമായില്ല, ഈശ്വരാനുഗ്രഹം ഉണ്ടായില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വാസ്തവത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദേവന്മാര് കർമ്മത്തിനൊരു തടസ്സം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ദേവതകളല്ലേ, കാലവും ദേശവും എല്ലാം ദേവതാരൂപികളാണ്. കർമ്മത്തെ സംബന്ധിച്ച് അതിനുപയോഗിക്കുന്ന സർവത്തിനും ദേവതാരൂപമുണ്ട്, ആദ്യ ദൈവിക രൂപമുണ്ടെന്നാണ്. ഒരാളിനും ഒലയ്ക്കും വരെ ദേവതകളുണ്ട്. കർമ്മത്തിന്റെ ഭൗതികമായ രൂപമാണ് ജീവനെടുത്ത് പ്രയോഗിക്കുന്നത്, അഗ്നിയും ഹവിസ്സും. പക്ഷെ എല്ലാത്തിനും ഒരു ആദ്യ ദൈവിക രൂപമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തടസ്സം ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടല്ലോ, അനുഭവത്തിൽ കാണുന്നുണ്ടല്ലോ എന്നാണ്. നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കത്തില്ലെന്നാണ്, അതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വശാനുഗത്വം പറയുന്നു. അങ്ങനെ ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർമ്മത്തെ ആശ്രയിച്ചിട്ടായിരിക്കും. ഒരുവൻ കർമ്മത്തെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കാണാറുണ്ടല്ലോ. എന്തൊക്കെ ഉപാസന എന്തൊക്കെ ചെയ്താലും കർമ്മം പൂർണ്ണമാകുന്നു, ഐശ്വര്യവും മറ്റും ഉണ്ടാകുന്നു. അവിടെ എന്താണ്, അവിടെ ഇനി ആരെങ്കിലും കാലദേവതയോ എന്തെങ്കിലും അവനെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അതിനും കാരണം അവന്റെ പാപകർമ്മം തന്നെ. ദേവതകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ പ്രാധാന്യം ആർക്ക കർമ്മത്തിനാണ് എന്നാണ് പറയുന്നത്. അല്ല, കർമ്മത്തെ കർമ്മണ ഉപയേഷാം ദേവതകൾക്കുള്ള ഈ സ്വാധീനത്വം തിരിച്ചുകൊണ്ട് കർമ്മം എങ്ങനെയാണോ ദേവതകളെ ആശ്രയിക്കുന്നത്, പറയുമല്ലോ ദേവത കർമ്മത്തിന്റെ ഫലത്തെ കൊടുക്കുന്നു എന്ന് പറയും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ദ്രനെ സന്തോഷിപ്പിച്ചാൽ ഇന്ദ്രൻ ഫലത്തെ കൊടുക്കും. ഇന്ദ്രൻ ഫലത്തെ കൊടുക്കുന്ന എന്തിനെ ആശ്രയിച്ച? കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഫലത്തെ കൊടുക്കാതിരുന്നാലോ അതും അവന്റെ കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. അവന് പാപം ഒരുപാടുണ്ട്, അവന്റെ പുണ്യം ആ പാപത്തിനും മറികടന്നില്ല, എന്നാലേ ഇന്ദ്രൻ ഫലം കൊടുക്കും. പാപത്തിനാണ് ഫലം കൊടുക്കത്തില്ല, നോക്കുമ്പോൾ അവന് പാപമാണ്, ഫലം കൊടുക്കാറായില്ല. അവിടെയും കർമ്മം തന്നെ മുഖ്യം. ക്വചിത് സാമർത്ഥ്യ അപ്രണോദ്യത്വ. എന്തുകൊണ്ട്? ആ കർമ്മത്തിന്റെ ശക്തി അത്രയും വലുതാണ്, അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർമ്മം, ഉപാസന, ദേവത, ഇതിലൊന്നും നിന്നുകൊണ്ട് അതിനൊരു പരിഹാരമില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ഇതിനെ പാടെ ഉപേക്ഷിച്ചേക്കുക, തത്വജ്ഞാനത്തെ ആശ്രയിക്കുക. ഇത് വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. ഇത് ഏതു തരത്തിലായാലും ശരി പരസ്പര അപേക്ഷിതമായ കാര്യങ്ങളാണ്. ദേവതകൾ കർമ്മത്തെ അപേക്ഷിച്ച് അനുഗ്രഹിക്കുന്നു, കർമ്മങ്ങൾ ദേവതകളെ അപേക്ഷിച്ച് അനുഗ്രഹിക്കുന്നു. ഇതൊന്നും പറയും. ഇത് വളരെ സങ്കീർണമായതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന്റെ ബുദ്ധിക്കൊന്നും വിളിയാകുന്ന കാര്യമല്ലെന്ന് ഭാഷ്യകാരൻ സമ്മതിക്കുന്നുണ്ട്. കർമ്മകാല ദേവ ദ്രവ്യാദി സ്വഭാവാനാണ് ഗുണപ്രധാന ഭാവസ്തു അനിയതോ ദുർവിജ്ഞേയശ്ചേതി തത്കൃതോ മോഹോ ലോകസ്യ. ഈ ജീവന്മാരെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച് കർമ്മം, കാലം, ദൈവം, മറ്റ് ദ്രവ്യങ്ങൾ, ഇതെല്ലാം ഈ വസ്തുക്കൾ സ്വഭാവമാണ്. ഈ പദാർത്ഥങ്ങൾ, ഈ വസ്തുക്കൾ, ഇത് എവിടെ എന്തിന് പ്രാധാന്യം വരുന്നു? ഇത് ഗുണപ്രധാന ഭാവം. ഒരു കർമ്മം ചെയ്ത് ഫലം ഉണ്ടായില്ല, എന്തുകൊണ്ടുണ്ടായില്ല? കർമ്മത്തിന്റെ ന്യൂനത കൊണ്ടാണോ അതോ ദേവതയുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണോ?
ഫലമുണ്ടായി. കർമ്മത്തിന്റെ പൂർത്തിയിലാണോ അതോ ദേവതയുടെ അനുഗ്രഹം? ഏതാണ് അവിടെ മുഖ്യമായി വർദ്ധിച്ചത്? ഇത് മനുഷ്യനെങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഇതെല്ലാം അതീന്ദ്രിയമായ കാര്യങ്ങളല്ലേ. ദേവതകൾ അതീന്ദ്രിയങ്ങളാണ്, കർമ്മസംസ്കാരം അതീന്ദ്രിയങ്ങളാണ്, ആദി ദൈവിക ഭാവങ്ങളെല്ലാം അതീന്ദ്രിയങ്ങളാണ്. അത്തരം വിഷയങ്ങളിൽ ഗുണപ്രധാന ഭാവസ്തു അനിയതോ, ഇതൊന്നും മനുഷ്യന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ദുർവിജ്ഞേയം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവനൊരു കാര്യം മാത്രം അറിയാം, വേദം പറഞ്ഞിരിക്കുന്നു ഇന്ന കർമ്മം ചെയ്യുക, അവൻ ചെയ്യുന്നു. ചിലപ്പോൾ ഫലം കിട്ടുന്നു, ചിലപ്പോൾ ഫലം കിട്ടാതെ വരുന്നു. പുത്രനുണ്ടാകാൻ യാഗം ചെയ്യുന്നു, ചിലപ്പോൾ പുത്രനുണ്ടാകും യാഗം കൊണ്ട്, ചിലപ്പോൾ ഉണ്ടാകാതെയും വരുന്നു. അതുണ്ടായതെന്തുകൊണ്ട്? അവിടെ കർമ്മം ആണോ അവിടെ മുഖ്യമായി സഹായിച്ചത്? അതേ ദേവതയാണ്, കാലമാണ്, ദേശമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്ര ഔഷധി തപസ്സുകളാണ്. അത് അതീന്ദ്രിയ തലങ്ങളാണ്, അത് നിശ്ചയിക്കാൻ കഴിയത്തില്ല. പിന്നെ അങ്ങനെ വരുന്നിടത്ത് വിശ്വസിക്കും ഇന്നതുകൊണ്ട് സംഭവിച്ചു. ദേവതകളെ നിരന്തരം ഉപാസിക്കുന്നവർക്ക് കഷ്ടപ്പാടുകൾ വരുന്നില്ലേ? അപ്പൊ ദേവതയ്ക്ക് നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടെങ്കിൽ ഉപാസകനെങ്ങനെ ദുരിതം വരും? എന്ത് സമാനം പറയും? ദുരിത നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ദേവതയെ ഉപാസിക്കുന്നത്. പക്ഷെ എത്ര പറയുന്നു, എനിക്ക് ഇത്രയൊക്കെ ഭക്തി ഉണ്ടായി, കഷ്ടപ്പാട് അങ്ങനെ വന്നു. അപ്പൊ അവിടെ എന്തുകൊണ്ട് ഉപാസനയുടെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യന് ദുർവിധി ഉണ്ടാകുന്നു? അങ്ങനെ ചെയ്യുന്നവന് ഇത് മനുഷ്യന് നിശ്ചയിക്കാൻ പറ്റുമോ? അവിടെ ദേവതാനുഗ്രഹം ആണ്. ദേവതാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വരാൻ പാടില്ല. അപ്പം അതിനപ്പുറം വേറെ ഒന്നുണ്ട്, കർമ്മം. അതതിനേക്കാൾ ബലമായിരുന്നു അവിടെ. അല്ലെങ്കിൽ ഉപാസകന്മാർക്കെല്ലാം സദാ സൗഖ്യമായിരിക്കും, ഒരു കഷ്ടപ്പാടും വരാൻ പാടില്ല. കാരണം ഉപാസിക്കുന്നുണ്ട്. ഉപാസിക്കുമ്പോൾ എന്തായാലും ദേവതയുടെ അനുഗ്രഹം വരണം. അപ്പോൾ അവന് ദുരിതമേ വരാൻ പാടില്ല. അതുപോലെ കർമ്മങ്ങൾ. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഉപാസിക്കുന്നവനായാലും ശരി, ഉപാസിക്കാത്തവനായാലും ജീവിതം സുഖദുഃഖ സമ്മിശ്രമായി തന്നെ പോകും. ദുരിതങ്ങളെന്ന് പറയുന്നത് ഉപാസകനും ഉണ്ട്, അല്ലാത്തവനും ഉണ്ട്, എല്ലാവനും ഉണ്ട്. അതിൽ നിന്ന് ആർക്കും മുക്തിയില്ല. അപ്പോൾ എന്താ? ദേവതയ്ക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണ്, അനുഗ്രഹത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കർമ്മത്തെ ആശ്രയിക്കേണ്ടി വരും. തന്റെ കർമ്മം പ്രബലമാണ്. അപ്പം അത് പ്രബലമായതുകൊണ്ട് തന്റെ ഈ ഉപാസന അവിടെ നിഷ്പ്രയോജനമായിപ്പോയി. അപ്പം ഇത് എവിടെ എങ്ങനെ സംഭവിക്കുന്നു അത് തീരുമാനിക്കാൻ കഴിയത്തില്ല, മനുഷ്യന് കഴിയത്തില്ലെന്നാണ്. അതീന്ദ്രിയമായ വിഷയമാണ്, മനുഷ്യനെ അറിയാൻ പറ്റത്തില്ല. ദുരിതമാണ് അവൻ അനുഭവിക്കണമെങ്കിൽ എന്തുപാസന ചെയ്താലും അത് അനുഭവിച്ചതിന് തീരും. ദുഃഖം അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ അത് നിശ്ചിതമാണെങ്കിൽ അത് അനുഭവിച്ചതിന് തീരും. നമുക്ക് ആഗ്രഹിക്കാം, ആ ദേവത അത് മാറ്റിത്തരും. പക്ഷെ അനുഭവത്തിൽ കാണാം അത് മാറ്റിയിട്ടില്ല. അപ്പോൾ ചിന്തിക്കുമോ, ഇത്രയും കാലം ഉപാസിച്ചത് വെറുതെ ആയിപ്പോയിരുന്നു, ഈ ദുരിതം മാറാനാണ് എന്നിട്ടും വിലപിച്ചിട്ടൊരു കാര്യമില്ല. എന്തുകൊണ്ട്? ദുർവിജ്ഞേയം. ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തത്കൃതോ മോഹോ ലോകസ്യ. ജീവന്മാർക്ക് ഇക്കാര്യത്തിൽ എപ്പോഴും അന്ധതയാണ്, മോഹമാണ്. അതുകൊണ്ട് വിധിച്ചത് ചെയ്യുക, അത്രമാത്രം. എന്താണ് വിധിച്ചിരിക്കുന്നത്? ഉപാസന വിധിച്ചിരിക്കുന്നെങ്കിൽ അത് ചെയ്യുക, കർമ്മം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മോഹമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണം എന്താണ്?
മാ കർമ്മഫലഹേതൃഭൂ. അവിടെ നമ്മൾ വിശദീകരിച്ചാണ്. കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ്. കർമ്മഫലത്ത് അവന് നിശ്ചയമില്ല, പിന്നെ എന്തെന്നും പറഞ്ഞ് ആഗ്രഹിക്കാനാണ്. ഇതിന്റെ ഫലം സുഖമാണെന്ന് അവന് വല്ല ഉറപ്പുണ്ടോ? പിന്നെ സുഖത്തെ എങ്ങനെ ആഗ്രഹിക്കും? ദുർവിജ്ഞേയമാണ് തത്കൃതോ മോഹസ്യ. മോഹം ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ